ഭരണഘടന മാറ്റാനുള്ള നീക്കം ആത്മഹത്യാപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭരണഘടനാ ദിനാചരണത്തിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലായി നടന്ന ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു നരേന്ദ്രമോദി. സമവായമാണ് ജനാധിപത്യത്തിന്റെ കരുത്തു പകരുന്ന ഘടകമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഇതിനു മുൻപുള്ള സർക്കാരുകളും രാജ്യ പുരോഗതിക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും മോദി ലോക്സഭയിൽ അഭിപ്രായപ്പെട്ടു. എന്നാൽ ചർച്ചയിൽ ഉയർന്ന വിവാദ വിഷയങ്ങൾക്കൊന്നും പ്രധാനമന്ത്രി ഇന്ന് മറുപടി പറഞ്ഞില്ല. പാർലമെന്റിൽ പ്രതിപക്ഷവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിറകോട്ടു പോകുന്നു എന്ന സൂചനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനാ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ നൽകിയത്. സമവായമാണ് ജനാധിപത്യത്തിന്റെ കരുത്തു പകരുന്നതെന്നും രാജ്യ പുരോഗതിയിൽ മുൻ സർക്കാരുകളുടെ പങ്ക് ആർക്കും അവഗണിക്കാനാകില്ല എന്നുമുള്ള പ്രസ്താവനകൾ ഇതിന്റെ ഉദാഹരണമാണ്. രാജ്നാഥ് സിംഗും അരുൺ ജെയ്റ്റ്ലിയും അടക്കമുള്ള നേതാക്കൾ BJPയുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ചർച്ചയിൽ പ്രകടിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി സഭയിൽ സ്വീകരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ സ്പെഷ്യൽ എഡിഷനിൽ ഇന്നെന്റെ അതിഥികളായി എത്തിയിട്ടുള്ളത് A. സമ്പത്ത് MP, CPM MP തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, ജന്മഭൂമി മുൻ എഡിറ്റർ KVS ഹരിദാസ് കൊച്ചി സ്റ്റുഡിയോയിൽ, കോൺഗ്രസിന്റെ PM സുരേഷ് ബാബു അല്പനിമിഷങ്ങൾക്കകം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്നോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടാകും. ശ്രീ A. സമ്പത്ത്, ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്ത ഈ 2 ദിവസങ്ങളിൽ വളരെ വലിയ വാദപ്രതിവാദങ്ങൾക്ക് ലോക്സഭയും രാജ്യസഭയും ഒരുപോലെ സാക്ഷ്യം വഹിച്ചു. ഈ നടന്ന ചർച്ചകളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ വികാരത്തെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മറുപടിയായിരുന്നു പ്രധാനമന്ത്രി നൽകിയത്. ഭൂരിപക്ഷത്തെക്കാൾ പ്രധാനമാണ് ജനാധിപത്യത്തിൽ സമവായം എന്ന ഒരു നിലപാട് ഇന്ന് പ്രധാനമന്ത്രി സ്വീകരിച്ചത് എന്തിന്റെ സൂചനയാണ്? പ്രധാനമന്ത്രിയുടെ മറുപടി എല്ലാ അർത്ഥത്തിലും അത് പൂർണ്ണമായില്ല എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എന്തുകൊണ്ട് ഞാനങ്ങനെ പറയുന്നു എന്ന് പറയാം. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ തലവനാണ് പ്രധാനമന്ത്രി. നമ്മളൊരു മൾട്ടി പാർട്ടി ഡെമോക്രസിയാണ്. അപ്പോൾ ഒരു ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിൽ, ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ സ്വാഭാവികമായും എക്സിക്യൂട്ടീവ് പാർലമെൻറ്റിനോടാണ് ഉത്തരവാദിത്വം, അതിൻ്റെ മറുപടി പറയേണ്ടത്. എല്ലാം ഫെഡറൽ ലെജിസ്ലേച്ചർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലാണെങ്കിൽ അവിടുത്തെ MLA മാർ. അപ്പോൾ ഞങ്ങൾ ജനങ്ങളോടാണ് മറുപടി പറയേണ്ടത്. ഇത് ഒരു കൃത്യമായി, ഇത് ഒരു അൺഇൻറ്ററപ്റ്റഡായി, അത് അവിഘ്നം ആ വിധത്തിൽ തുടരേണ്ടതായിട്ടുണ്ട്. 5 കൊല്ലം കൂടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ 50% എന്നുള്ളൊരു മാർക്ക് നേടിക്കൊണ്ട്, അതിന് 50% വോട്ട് നേടിക്കൊണ്ട് ഒരു പാർട്ടിക്കോ ഒരു മുന്നണിക്കോ അങ്ങനെ അധികാരത്തിൽ വരാനായി കഴിഞ്ഞിട്ടൊന്നുമില്ല. 3/2 ഭൂരിപക്ഷം നേടിക്കൊണ്ട്, അത് നമ്പർ, നമ്മളതിനൊരു നമ്പർ ഗെയിമാണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പലപ്പോഴും ഗവൺമെൻറ്റുകൾക്ക് അധികാരത്തിൽ വരാനായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു അസുലഭമായ ഭാഗ്യമാണ് അവർക്ക് ലഭിച്ചത്. 31% വോട്ടാണ് അവർക്ക് ലഭിച്ചതെങ്കിൽ പോലും സഖ്യകക്ഷികൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് 300-നപ്പുറമുള്ള MP മാരുടെ എണ്ണമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളിൽ നിന്ന് പങ്കെടുത്തൊരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ എനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. ഞങ്ങൾക്ക് ന്യൂമറിക്കൽ മെജോറിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ അംഗസംഖ്യയിൽ ഞങ്ങൾ വളരെ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുക എന്നുള്ള നിലയിലേക്കാണ് ആദ്യമെല്ലാം തന്നെ BJPയിലെ പല MP മാരും BJPയുടെ ചില നേതാക്കന്മാരുമെല്ലാം വല്ലാതെ ധരിച്ചു വശമായിരുന്നത്. അതിൽ മാറ്റം വരുത്തുന്നുവെങ്കിൽ നല്ലത് തന്നെയാണ്. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിൽ ഒരു വാചകം, ഇവിടെ പാർലമെൻറ്റിലെ അംഗബലമല്ല, അപ്പോൾ ജനങ്ങളോടുള്ള ആ പ്രതിബദ്ധത അത് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം അത് ഭംഗന്തരേണ സൂചിപ്പിച്ചു എങ്കിൽ, അദ്ദേഹം അത് ഉൾക്കൊള്ളുന്നുവെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതിലേക്ക് എത്തുകയാണ്. ഇവിടെ ഒട്ടനവധി വിഷയങ്ങളെ സംബന്ധിച്ച് അത് ഇപ്പോൾ നടന്ന ഇപ്പോൾ 2 ദിവസത്തെ ഈ ഒരു ചർച്ച എന്നുള്ളത് നമ്മുടെ ഈ ഭരണഘടന എഴുതി ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അത് അംഗീകരിച്ചത് ഒരു 26-ാം തീയതി നവംബർ മാസം, പിന്നീട് 1950 ജനുവരി 26-ന് അത് നമ്മുടേതായി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ ഉള്ളത് നമ്മൾ അങ്ങനെ നമുക്കായി സ്വയം സമർപ്പിച്ച് നമ്മൾ അംഗീകരിച്ചത് നിലവിൽ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഇതെല്ലാം തന്നെ പൂർത്തിയായതാണ് നടപടിക്രമങ്ങൾ.
മറ്റൊന്ന് ഡോക്ടർ അംബേദ്കറുടെ 125ാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതിനൊരു പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം തന്നെ വിളിക്കണം എന്ന അഭിപ്രായക്കാരായിരുന്നു CPIM ഞങ്ങളെല്ലാവരും തന്നെ. എന്തായാലും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഗവൺമെൻറ് പോയില്ല. 2 ദിവസമെങ്കിലും അങ്ങനെ ഒരു ചർച്ചയിലേക്ക് എത്തി എന്നുള്ളത് നല്ല കാര്യം. അവിടെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് അതിൽ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തു നിന്ന് തന്നെ പങ്കെടുത്ത, അല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്ന് പങ്കെടുത്തതിൽ പലരും ഒക്കെ തന്നെ പറഞ്ഞതിൽ പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. അതങ്ങനെ ആ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വല്ലാത്ത ഭീഷണിയാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും ഉയർത്തുന്നത് എന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ അത് മനസ്സിലാക്കണം എന്നതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇവിടെ ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഭരണപക്ഷവും പ്രതിപക്ഷവും അവരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളും പ്രവർത്തനശൈലികളും എല്ലാം തന്നെ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും വികാസത്തിനും ഐക്യത്തിനും വേണ്ടിയാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടത്. പാർലമെൻറ്റിനെ അങ്ങനെയാണ് നാം കാണേണ്ടത്. അത് ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഇതെല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമന്വയത്തിൻ്റെ നിങ്ങൾ അതിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ സമവായം എന്നുള്ളത് കുറച്ചുകൂടി ഞാൻ പറയാം, ഒരു സമന്വയത്തിൻ്റെ പാത എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തു നിന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അവർ ആ കാണുന്ന ഒരു ആംഗിളിൽ നിന്നാണ് പറയുന്നത്. എല്ലാം ശരിയായിരിക്കണമെന്നില്ല. ഈ 1.5 വർഷക്കാലത്തിനിടയിൽ ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്ന ചില ബില്ലുകളുണ്ടല്ലോ, നിയമനിർമ്മാണ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപ് ഞാൻ മറ്റു അതിഥികളിലേക്ക് കൂടി പോകട്ടെ. താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരികയും ചെയ്യാം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഭരണഘടനാ ദിനാചരണവും ചർച്ചയും സർക്കാരിൻ്റെ അജണ്ടയാണ് എന്നതാണ് CPMന്റെ നിലപാട്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ മറുപടി കൂടി കേട്ട ശേഷം CPM സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാടിനോട് കോൺഗ്രസിന് യോജിപ്പുണ്ടോ? ഇത് കേന്ദ്രത്തിൻ്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയുള്ളതായിരുന്നു? അതിൻ്റെ ഒരു അക്ഷരാർത്ഥത്തിലുള്ള യോജിപ്പ് എന്നതിനേക്കാൾ ഉപരി CPM എടുത്ത നിലപാടിൻ്റെ ആന്തരികത കോൺഗ്രസ് ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം ഇത് ഒരു നിമിഷം, അക്ഷരാർത്ഥത്തിൽ യോജിക്കാൻ എവിടെയാണ് തടസ്സം? അല്ല, അക്ഷരാർത്ഥത്തിൽ എന്ന് പറയുന്നത് CPMന് CPMൻ്റെതായ അജണ്ടയും ഉണ്ടല്ലോ പല കാര്യങ്ങളിലും. അല്ല, ഇപ്പോൾ 2-3 വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടല്ലോ സാർ. അതിൽ ഒന്ന്, ഇപ്പോൾ സെക്യുലറിസം, സോഷ്യലിസം, ഈ 2 വാക്കുകൾ ഭരണഘടനയിൽ വേണ്ടായിരുന്നു, അതല്ല വേണ്ടത് എന്നൊരു നിലപാട് രാജ്നാഥ് സിംഗ് എടുത്തു. മതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യക്തി നിയമങ്ങൾ അത് ഒരു അപകടമാണ് എന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് പ്രകടമാണ്. അത് BJPയുടെ പ്രഖ്യാപിത നിലപാടാണ്. മറ്റൊന്ന്, ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചാണ് അരുൺ ജെയ്റ്റ്ലിയുടെ പരാമർശമുണ്ടായത്. ഈ തരത്തിൽ അതേപോലെ തന്നെ GSTയുടെ കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കേണ്ട സാഹചര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനുണ്ട്. കാരണം അതിന്റെ കാലാവധി കഴിയാൻ പോവുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി സമവായത്തിന്റെ ഒരു സമീപനം സ്വീകരിച്ചു. ഇതെല്ലാം സർക്കാരിന്റെ അജണ്ടകളല്ലേ? ഇത് നടപ്പാക്കാനുള്ള രീതിയിലേക്ക് ഈ ചർച്ച മാറ്റിയോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. താങ്കൾ അക്ഷരാർത്ഥത്തിൽ യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ GSTU എന്ന് പറയുന്നത് ഭരണപരമായ ഒരു ആവശ്യമാണ്. GSTയുടെ സമവായത്തിലെത്തലോ GSTU നിയമം നടപ്പാക്കുക തുടങ്ങിയത് ഭരണപരമായ ഒരു ആവശ്യമാണ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ. സെക്യുലറിസവും സോഷ്യലിസവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ വന്നു ചേർന്നിട്ടുള്ള ഇടക്കാലത്ത് തുടക്കത്തിൽ ഇല്ലാതിരുന്നത് രണ്ടാമത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ 76-ൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അത് എഴുതി ചേർക്കപ്പെട്ടതാണ്. അത് ഭാരതീയ മനസാക്ഷിക്ക് മുമ്പിൽ അനിവാര്യമാണ് ഇത് എന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഭരണഘടനാ ശില്പികളുടെ മനസ്സിൽ അത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല. പക്ഷേ അവരുടെ ശ്രദ്ധയിൽ പെടാതെ പോയിരുന്നത് രണ്ടാമത് എഴുതി ചേർക്കപ്പെട്ട് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കുറച്ചുകൂടി ആത്മീയ പവിത്രത കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മറ്റു ചില സ്വകാര്യ അജണ്ടകൾ കൊണ്ടുവരുന്നതിനാണ്. സോഷ്യലിസം എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ ഒഴിവാക്കപ്പെടേണ്ട ഒരു വസ്തുതയാണെന്നുള്ള സാമ്പത്തിക സിദ്ധാന്തത്തിൽ BJP വിശ്വസിക്കുന്നു എന്നുള്ളൊരു സന്ദേശം കൊടുക്കുന്നു. സെക്യുലറിസം എന്ന് പറയുന്നത് പാടില്ല, നേരെ മറിച്ച് ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ രാജ്യമായി ഇന്ത്യയെ മാറ്റേണ്ടതായിരുന്നു. ഒരു വിഭാഗം ഖണ്ഡിച്ച് വിഭജിച്ച് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്, ബാക്കിയുള്ളത് കിട്ടേണ്ടിയിരുന്ന വേറൊരു വിഭാഗത്തിനാണ് എന്ന ഒരു ധാരണ ജനങ്ങളിൽ പരത്താൻ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ചർച്ച തന്നെ സർക്കാരിന്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയായിരുന്നു എന്ന കാര്യത്തിനോട് താങ്കൾക്ക് അക്ഷരാർത്ഥത്തിൽ യോജിക്കാം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്താന്ന് പറഞ്ഞാൽ ഞാനതിൻ്റെ ആന്തരികതയെ ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ എന്തുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഈ കാര്യത്തിൽ ഒരിക്കൽ പോലും CPMനെ സംബന്ധിച്ചിടത്തോളമുള്ള യഥാർത്ഥത്തിലുള്ള അവരുടെ ആത്മാർത്ഥതയല്ല ഇതിനെ എതിർക്കുന്നതിൽ അവരിപ്പോൾ പലപ്പോഴും കാണിക്കുന്നത്. അങ്ങനെയായിരുന്നു. പക്ഷേ GSTയുടെ കാര്യത്തിൽ ഒരു സമവായത്തിന് നിങ്ങൾ വഴങ്ങുകയും ചെയ്യും.
GST-യുടെ കാര്യത്തിൽ GST-യുടെ സമവായം എത്തിയില്ല എന്നാണല്ലോ കാണുന്നത്. സമവായത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം എന്താ പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി, ഞാനിപ്പോൾ വരുമ്പോൾ ഒരാളോട് ചോദിച്ചു, പ്രധാനമന്ത്രി 2 ദിവസമായി പാർലമെന്റിൽ ഇരിക്കുന്നുണ്ടല്ലോ എന്നത് തന്നെ ഒരു അത്ഭുതകരമായ ഒരു വസ്തുതയാണ്. രാജ്യത്ത് തൻ്റെ ധാർഷ്ട്യത്തിന്, തൻ്റെ ധിക്കാരത്തിന് ജനങ്ങളുടെ അംഗീകാരമില്ലെന്ന് 2-3 സന്ദർഭങ്ങളിലൂടെ ബോധ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പിറകോട്ടുള്ള വരവ്. മാന്യതയുടെ ഭാഗമൊന്നുമാണെന്ന് ഞാൻ കരുതുന്നില്ല. ശരി, സെക്യുലറിസം എന്ന പദം വേണ്ട, പകരം പക്ഷഭേദമില്ലാത്ത സമീപനം എല്ലാവരോടും, അത് മതി. സോഷ്യലിസം എന്ന പദത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നെഹ്റുവിയൻ പ്രതിച്ഛായയെ മുഴുവൻ മായ്ച്ചു കളയാനും അംബേദ്കറിനെ ആ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും അതുവഴി ചില രാഷ്ട്രീയ നേട്ടങ്ങളും BJP ലക്ഷ്യം വെക്കുന്നുണ്ടോ? BJPക്ക് അത്തരം ലക്ഷ്യങ്ങളുണ്ട്. BJP ആ ലക്ഷ്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ആ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ പാകപ്പെട്ടതല്ല ഭാരത മനസാക്ഷി എന്ന് ഈ കഴിഞ്ഞ ബീഹാർ തിരഞ്ഞെടുപ്പ്, ഈ രണ്ടാമത് നടന്ന ഒറ്റപ്പെട്ടതാണെങ്കിലുമുള്ള മധ്യപ്രദേശിലെ തിരഞ്ഞെടുപ്പ്, ഇതൊക്കെ ഇപ്പോൾ BJPയെ ഹോണ്ട് ചെയ്തുകൊണ്ട് അറിയിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ താങ്കൾ തിരിച്ചു വരാം. ശ്രീ KVS ഹരിദാസ്, ഈ 2 ദിവസങ്ങളിൽ നടന്ന ഭരണഘടനയിൽ മേൽ നടന്ന ചർച്ചകൾ, അതോടൊപ്പം തന്നെ ഉയർന്നു വന്ന വാദപ്രതിവാദങ്ങൾ, അതിനുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി, ഇതിലെല്ലാം തന്നെ അന്തർലീനമായി കിടക്കുന്ന ആശയം കേന്ദ്ര സർക്കാരിന്റെ ഹിഡൻ അജണ്ടകളാണ് എന്ന ആക്ഷേപം ഈ ചർച്ചയിൽ പങ്കെടുത്ത 2 പേരും സംസാരിച്ച് താങ്കൾ കേട്ടല്ലോ. ഇരു പാർട്ടികൾക്കുമുണ്ട്. അത് ശരിയല്ലേ ശ്രീ KVS ഹരിദാസ്? അല്ല, ഈ അംബേദ്കറിനെ കുറിച്ചും ഭരണഘടനാ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചർച്ചകളിലൊക്കെ ഹിഡൻ അജണ്ടയുണ്ട് എന്ന് പറയും. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന്. പാർലമെൻറ്റിൽ എല്ലാവർക്കും, പ്രതിപക്ഷത്തിനും ഉൾപ്പെടെ, തുറന്ന് ചർച്ച ചെയ്യാൻ കിട്ടിയ അവസരമല്ലേ ലഭിച്ചത്? എല്ലാ കാര്യങ്ങളും അവർക്ക് തുറന്ന് പറയാൻ അവസരം കിട്ടിയില്ലേ അവിടെ? ആർക്കാ എന്ത് നിയന്ത്രണം ഉണ്ടായിരുന്നേ? എന്ത് അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്? എനിക്കിനി ഇത്തരം കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു നിക്ഷിപ്ത താല്പര്യം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട 2 പേരും, സമ്പത്താണെങ്കിലും സുരേഷ് ബാബു ആണെങ്കിലും, 2 പേരും ശ്രമിച്ചത് ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് രാഷ്ട്രീയ അജണ്ട ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എന്താ ഉണ്ടായിരുന്നേ? തുറന്ന ഒരു ചർച്ചയാണ് നടന്നത്. അപ്പോൾ അതിൽ സെക്കുലറിസത്തെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചും ഒക്കെ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. ഈ സെക്കുലറിസവും സോഷ്യലിസവും ഒക്കെ ഭരണഘടനയിൽ കൊണ്ടുവന്നത് അടിയന്തരാവസ്ഥ കാലത്തല്ലേ നമ്മൾ കണ്ടത്? അടിയന്തരാവസ്ഥ വരെ ഇന്ത്യയിൽ സെക്കുലറിസവും സോഷ്യലിസവും നിലനിന്നിരുന്നില്ലേ? അതിന് ശേഷവും നിലനിൽക്കുന്നില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നമുക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാ മനുഷ്യാവകാശങ്ങളും തുറങ്കിലടച്ചിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യം നടപ്പാക്കുന്ന സമയത്ത് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു രാഷ്ട്രീയ തട്ടിപ്പാണത്. അതിനെ എനിക്ക് തോന്നുന്നില്ല സമ്പത്തിനെ പോലുള്ള ഇടതുപക്ഷക്കാർക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന്. സുരേഷ് ബാബുവിന് പിന്നെ ന്യായീകരിച്ചേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ തട്ടിപ്പ് തന്നെയായിരുന്നു ആ പ്രിയാമ്പിളിൽ ആ 2 വാക്കുകൾ എഴുതി ചേർത്ത്. നമ്മുടെ രാജ്യത്ത് സെക്കുലറിസം എത്രയോ കൊല്ലമായിട്ട് നിലനിൽക്കുന്നു, ഇന്നും നിലനിൽക്കുന്നുണ്ട്. സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്നു. ഒരു 2 കാര്യങ്ങൾ ചോദിച്ചോട്ടെ. മതേതരത്വം എന്ന പദം ഏറെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ മന്ത്രി. അതോടൊപ്പം തന്നെ പക്ഷഭേദമില്ലായ്മ എന്ന വാക്കാണ് അവിടെ വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. സോഷ്യലിസത്തെ പറ്റിയിട്ടും അദ്ദേഹത്തിന് അഭിപ്രായമില്ല. അതിന് പുറമെയാണ് ജെയ്റ്റ്ലി പറഞ്ഞത് മതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യക്തി നിയമങ്ങൾ മൗലികാവകാശങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെന്ന്. അതായത് ഇത് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. ഇതെല്ലാം BJPയുടെ രാഷ്ട്രീയ ആശയങ്ങളാണ്. അപ്പോൾ ആ രാഷ്ട്രീയ ആശയങ്ങളെ ഈ സംവാദ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ സംവാദ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാനും അവിടെ അത് ഉയർത്തിക്കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ നടന്നു എന്ന അർത്ഥത്തിലാണ് ഇരു പാർട്ടികളും ഇരു കക്ഷികളും ഇവിടെ ഒരു ഹിഡൻ അജണ്ട ഈ ഭരണഘടനാ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചകളിൽ ഉണ്ടായിരുന്നു എന്ന് ആക്ഷേപിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിക്കാം. ഏകീകൃത സിവിൽ നിയമം BJPയുടെ മാത്രം അജണ്ടയല്ല, ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളതാണത്. സ്വാഭാവികമായിട്ട് അത് നടപ്പിലാക്കണം എന്ന് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഷാവാനോ കേസിൻ്റെ വിധി വരുന്ന സമയത്ത് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. അതിനുശേഷം ഈ അടുത്ത കാലത്ത് പോലും സുപ്രീം കോടതിയുടെ പരാമർശമുണ്ടായി, ഏകീകൃത സിവിൽ നിയമത്തെക്കുറിച്ച് ഗവൺമെൻറ് സജീവമായിട്ട് പരിഗണിക്കണം, അക്കാര്യം ചർച്ച ചെയ്യണം, വിലയിരുത്തണം എന്ന് പറഞ്ഞില്ലേ അടുത്ത കാലത്ത് പോലും. അപ്പോൾ അത് സുപ്രീം കോടതിയുടെ ഒരു മാർഗ്ഗദർശനം അതിനകത്തുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 370 പോലുള്ള BJPയുടെ അജണ്ട തന്നെയാണ്. ഞാൻ പറയുന്നില്ല, BJPക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ ഇതൊക്കെ നടപ്പാക്കുന്ന സമയത്ത് BJP തനിച്ച് നടപ്പാക്കും എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. അതിന് രാജ്യത്ത് സമവായം ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ ബന്ധപ്പെട്ട എല്ലാവരെയും
എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ലാതെ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ സംവരണം സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. സംവരണം സംബന്ധിച്ച് ഭരണഘടന എഴുതി വച്ചിട്ടുള്ളത് എന്താണ്? പക്ഷേ നമുക്ക് നിലവിലുള്ള സംവരണ സംവിധാനം മാറ്റാൻ കഴിയുമോ? ഏതെങ്കിലും ഗവൺമെൻറ് സാധിക്കുമോ? ഏതെങ്കിലും പാർട്ടിക്ക് കഴിയുമോ? അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് എന്താ? സംവരണ നിയമങ്ങൾ നിലവിലുണ്ട്, സംവരണ തത്വങ്ങളുണ്ട്, അതൊക്കെ പ്രായോഗികമായിട്ട് നടക്കുന്നുണ്ടോ, അർഹതപ്പെട്ടവർക്ക് അത് കിട്ടുന്നുണ്ടോ, ഇതൊക്കെ പരിശോധിക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ അല്ലാതെ ഇതെല്ലാം എടുത്ത് മാറ്റാൻ കഴിയുമോ ഏതെങ്കിലും ഗവൺമെൻറ്റിന്? അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സമവായമില്ലാതെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചിട്ടല്ലാതെ മുന്നോട്ട് പോകാൻ ഒരു ഗവൺമെൻറ്റിനും ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് കഴിയില്ല. ഞാൻ ഈ നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ പുതിയ നീക്കങ്ങളെക്കുറിച്ച് പലരും സൂചിപ്പിച്ചല്ലോ. ഞാൻ ഒരു കാര്യം മാത്രം, രണ്ട് കാര്യം മാത്രം സൂചിപ്പിക്കാം. ഒന്ന്, കഴിഞ്ഞ 2014 ഓഗസ്റ്റ് 15 റെഡ് ഫോർട്ടിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗം, അതിൽ അദ്ദേഹം പറഞ്ഞു എന്താ, സമവായത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. പാർലമെന്റിലെ, സമ്പത്തിന് ഓർമ്മയുണ്ടാവും, പാർലമെന്റിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം അദ്ദേഹം പറഞ്ഞു എന്താ, 4 കൊല്ലം നമുക്ക് സഹകരിക്കാം, സമന്വയത്തിലൂടെ സമവായത്തിലൂടെ മുന്നോട്ട് പോവാം. 5ാമത്തെ വർഷം തെരഞ്ഞെടുപ്പ് വർഷമാണ്, നമുക്ക് ആ വർഷം രാഷ്ട്രീയം പറയാം. അതുവരെ നമുക്ക് രാജ്യത്തിൻ്റെ പുരോഗതി, ജനങ്ങളുടെ പുരോഗതി, രാജ്യത്തിൻ്റെ മേൽക്കൈമ, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അപ്പോൾ സമവായത്തെക്കുറിച്ചോ സഹകരണത്തെക്കുറിച്ചോ പ്രധാനമന്ത്രി പറയാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മൾ കണ്ട ഒരു ദുര്യോഗം എന്താ ഗോപികൃഷ്ണ, കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ദയനീയമായിട്ട് തോറ്റു. പ്രതിപക്ഷത്ത് ശക്തമല്ലാത്ത ഒരവസ്ഥ വന്നു പ്രതിപക്ഷത്തിന്. പക്ഷെ അവരെന്താ ചെയ്തത്? ഗവൺമെൻറ്റിൻ്റെ ഓരോ നീക്കങ്ങളെയും രാഷ്ട്രീയമായിട്ട് എതിരിടാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷേ രാജ്യസഭയിൽ അവരുടെ അംഗബലം ഉപയോഗിച്ച് തകർക്കാനാണ് ശ്രമിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ, പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഒരവസ്ഥ? നമ്മൾ കണ്ട് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ സമയത്ത് ലോകസഭയിൽ ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഉണ്ടാവുകയും അതേ സമയത്ത് രാജ്യസഭയിൽ ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ വന്നിരുന്നു. നമ്മൾ ഓർക്കണം 77 ജനതാ ഗവൺമെന്റ് കാലത്ത്. പക്ഷെ ഞാൻ ഒരു ഒറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രേയസ് സമ്പത്ത്, ഇവിടെ ശ്രീ KVS ഹരിദാസ് എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ ഉണ്ടായിരുന്ന സമന്വയത്തിന്റെയും സമവായത്തിന്റെയും ഒക്കെ സംസ്കാരം BJP പ്രതിപക്ഷത്തിരുന്നപ്പോൾ പുലർത്തിയിരുന്നു. പിന്നെ താങ്കൾ പറഞ്ഞു പൂർണ്ണമായില്ല പ്രധാനമന്ത്രിയുടെ പ്രസംഗം എന്നത്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പല ഭരണഘടനയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും അതിലെല്ലാം ഉഴച്ചു നിന്നിരുന്നത് രാജ്യം ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട അസഹിഷ്ണുതാ വിവാദമാണ്. അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാൻ മറുപടി പറയാൻ പ്രധാനമന്ത്രി തയ്യാറായോ? ഈ 2 കാര്യങ്ങളെയും താങ്കൾ എങ്ങനെ കാണുന്നു? ശ്രേയസ് സമ്പത്ത്. എനിക്കൊരു 2-3 മിനിറ്റ് തരണം. ഒന്ന്, ഈ നമ്മളെ ഈ മതനിരപേക്ഷത, സെക്കുലാറിസം എന്നുള്ള ആ ഇംഗ്ലീഷ് പദത്തിന് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ഹിന്ദി പദം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ ഹിന്ദി ഭാഷ നമ്മുടെ രാജഭാഷ, ഞാൻ ആ പാർലമെൻ്ററി സമിതിയിൽ അംഗം കൂടിയാണ്. ഇന്ത്യയുടെ മലയാളം ഉൾപ്പെടെ ഭാഷകളെല്ലാം തന്നെ അത് പ്രാദേശിക ഭാഷകളല്ല, ദേശീയ ഭാഷകളാണ്. ഹിന്ദി രാജഭാഷയാണ്, ഒഫീഷ്യൽ ലാംഗ്വേജായി നാം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ ഇംഗ്ലീഷ് അതോടൊപ്പം തന്നെ ബന്ധപ്പെടലിനായി നാം ഉപയോഗിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഒരു ഭാഷ അടിച്ചേൽപ്പിക്കൽ, ആ ഭാഷ അടിച്ചേൽപ്പിക്കൽ ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗങ്ങൾ മാത്രമല്ല, ഒറീസയിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗം ശ്രീ തഥാഗതി സത്പതി ലോക്സഭയിൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഇത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നതിന്റെ കാരണം എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞ ഈ മതേതരത്വം, സെക്യുലറിസം എന്നതിന്റെ ഒരു ഹിന്ദി പദം ധർമ്മനിരപേക്ഷതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാം ഉദ്ദേശിക്കുന്ന മതനിരപേക്ഷത, സെക്കുലാറിസം എന്നുള്ള പദത്തിൻ്റെ കൃത്യമായ അർത്ഥത്തിലുള്ള ഒരു ഹിന്ദി പദം ഇല്ല എന്നാണ് ഹിന്ദി ബെൽറ്റിൽ നിന്നുള്ള പല പാർലമെൻറ്റ് അംഗങ്ങളും എന്നോട് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു മതത്തിനോടും മമതയില്ലാതെ, രാജ്യത്തിന് ഔദ്യോഗികമായ ഒരു പ്രത്യേക മതമില്ലാതെ, മതത്തിൽ വിശ്വസിക്കുന്നവരോടും ഒരു മതത്തിലും വിശ്വസിക്കാത്തവരോടും തുല്യമായ പ്രതിബദ്ധതയോടുകൂടി തന്നെ അങ്ങനെ പെരുമാറുന്ന നാം അതാണല്ലോ പൊതുവിൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നിർവചനത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞത് പാർലമെൻറ്റിലെ അംഗബലത്തെ ആ അംഗബലമല്ല കണക്കാക്കേണ്ടതെന്നുള്ളത്. ഇത് തന്നെയാണ് ശ്രീ KVS പറഞ്ഞിരുന്നാലും അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളോട് ആ ഒരു കാര്യത്തിൽ അദ്ദേഹം തന്നെ ഒരു ആത്മപരിശോധന നടത്തേണ്ടത്.
ഭൂമി ഏറ്റെടുക്കൽ ബില്ല് പാർലമെൻറ്റ് സമ്മേളിക്കാനിരിക്കെ പോലും അതിൻ്റെ ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയും ആ ഓർഡിനൻസ് വീണ്ടും ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയും കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടയിൽ 3 തവണ തുടരെ ഓർഡിനൻസ് പുറപ്പെടുവിക്കേണ്ടി വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? വാസ്തവത്തിൽ ഇന്ത്യയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ അതിന് പുതിയ വ്യാവസായിക പദ്ധതികൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതികൾക്ക് പോലും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നത് 10-12 പദ്ധതികൾക്ക് മാത്രമാണ്. ബാക്കി ഒരു 100-ലേറെ പദ്ധതികൾ ഓൺഗോയിങ് ആയിട്ടുള്ളതിനടക്കം ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഉദ്ദേശം കൃഷിഭൂമി ഏറ്റെടുക്കൽ തന്നെയാണ്. അത് റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിന് മാറ്റം ചെയ്യപ്പെടലാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇത് വലിയ പ്രതിഷേധത്തിനെല്ലാം താങ്കൾ ഈ പറഞ്ഞ കാര്യത്തിൽ KVS മറുപടി കൂടി നമുക്ക് കേൾക്കാം. എന്നിട്ട് താങ്കളുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്കും ഞാൻ വരാം. ശ്രീ KVS ഹരിദാസ്, സമന്വയവും സമവായവും ഒക്കെ ഈ ബില്ലിന്റെ കാര്യത്തിൽ സർക്കാർ മറന്നുപോയോ? അല്ല, BJP ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു, ഗവൺമെൻറ് വന്നതിന് ശേഷം ആദ്യം കൊണ്ടുവന്ന ഒരു വലിയ മേജർ പ്രൊജക്റ്റ് മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റാണ്. ഗോപീഷ്ണൻ അറിയാലോ, വിദേശത്ത് നിന്ന് നിക്ഷേപമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണമെങ്കിൽ വസ്തു വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇത്തരം അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അതിന് തടസ്സം നിൽക്കുന്ന പ്രശ്നങ്ങൾ മാറ്റുക, അതായിരുന്നു ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. അതൊരു ഒരു ഒരു ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഇനിഷ്യേറ്റീവായിരുന്നു. അതിന് ആദ്യം മുതലേ തന്നെ വല്ലാത്ത എതിർപ്പ് വന്നു. അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ട് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ആ വെല്ലുവിളി കാരണം അതാത് സംസ്ഥാനങ്ങളോട് ചെയ്യാൻ പറഞ്ഞു. BJP റൂൾഡ് സ്റ്റേറ്റ്സ് എന്താ ചെയ്തേ? ആ നിലയിൽ കാര്യങ്ങൾ നടത്തി കുറേ പ്രോജക്ട്സ് അവർക്ക് കിട്ടി. കോൺഗ്രസ് റൂൾഡ് സ്റ്റേറ്റ്സോ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ആലോചിച്ചു വിഴിഞ്ഞം പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് എത്ര കാലത്തെ ബുദ്ധപ്പാടാണ് ഉള്ളത്. ഇവിടുത്തെ NH-47 നമ്മുടെ ഇടപ്പള്ളി മുതൽ മംഗലാപുരം വരെയുള്ള റോഡിൻ്റെ വികസനത്തിന് എത്ര കൊല്ലം ഈ റോഡ് വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി നടക്കുന്നുണ്ടോ ഗോപീഷ്ണ? അപ്പോൾ ഇത്തരം കേരള ഗവൺമെൻറ് തന്നെ അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ഈ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ ഭേദഗതിയായിട്ട് വന്നപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടി തന്നെ എഴുതിയതാ കേന്ദ്രത്തിലേക്ക്, ഈ നിയമം പ്രായോഗികമല്ല, കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പല മുഖ്യമന്ത്രിമാരും എഴുതിയ ആ സമയത്ത്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തിട്ടാണ് കേന്ദ്രം ഈ പുതിയ ലാൻഡ് ഓർഡിനൻസിന് മുന്നോട്ട് വന്നത്. പക്ഷേ അതിന് ശക്തമായി എതിർപ്പുണ്ടായി. ഒരു മിനിറ്റ്, താങ്കൾ പൂർത്തിയാക്കും. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തോട് ഞാൻ വിയോജിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള എല്ലാ സ്നേഹബഹുമാനങ്ങളോടും കൂടി ഞാൻ വിയോജിക്കുകയാണ്. ഇന്ത്യ ഒരു ഫെഡറേഷനാണ്. ഈ രാജസ്ഥാനിൽ ഭൂമി ഏറ്റെടുക്കുന്നത് പോലെയും അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ തമിഴ്നാട്ടിലോ ഭൂമി ഏറ്റെടുക്കുന്നത് പോലെയും കേരളത്തിലും ഗോവയിലും അങ്ങനെ ഭൂമി ഏറ്റെടുക്കാം എന്ന് നമ്മൾ ആരും വ്യാമോഹിക്കേണ്ടതായിട്ടില്ല. ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ റെയിൽവേയിൽ എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഇതിൻ്റെ 2 വശത്തും ഓരോ കിലോമീറ്റർ അങ്ങനെ വീതിയിൽ ഭൂമി ഏറ്റെടുത്ത് ഇതെല്ലാം PPP എന്ന് പറയുന്നത്. നമുക്ക് ആ ഭാഗം മാറ്റാം. നമുക്ക് ഈ ചർച്ചയുടെ മർമ്മത്തിലേക്ക് വരാം. താങ്കൾ പറഞ്ഞ ഭാഗങ്ങളിലേക്ക് വരും. അടുത്ത ഭാഗം ഇവിടെ ഈ പാർലമെൻറ്റിന് എക്സിക്യൂട്ടീവ് പാർലമെൻറ്റിനെ വിശ്വാസത്തിലെടുക്കണം. പാർലമെൻറ്റിൽ അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നവർ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ടവരായിരുന്നാലും അവരുടെ വീക്ഷണകോണിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ടാണ് പലതും ഇവിടെ പൂർത്തിയാകുന്നത്. ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വരുന്നത് കൊണ്ടല്ല, അവിടെ നിന്ന് ഉന്നയിക്കുന്ന കാര്യങ്ങൾ. ഇത് ഈ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ഇങ്ങനെ ചുട്ടെടുക്കാനുള്ള ഒരു ഉപാധിയൊന്നുമല്ല പാർലമെൻറ്റ് എന്നുള്ളത്. പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്, 24 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടയിൽ അവിടെ പാർലമെൻറ്റിൽ ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള എത്രയോ ബില്ലുകൾ BJP അംഗങ്ങൾ പോലും അവർക്കടക്കം പ്രതിഷേധം ഉള്ളിലൊതുക്കിയാണ് അവരടക്കം അതിൽ പങ്കെടുത്ത് അവർ വോട്ട് ചെയ്തത്. പാർട്ടി ആ വിധത്തിൽ വിപ്പ് കൊടുത്തതുകൊണ്ട് പാർലമെൻറ്റിൻ്റെ 24 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് അംഗങ്ങൾ അവിടെ തെളിവെടുപ്പ് നടത്തി, ചർച്ച നടത്തി, വിദഗ്ധോപദേശം അവർ തേടി, ഇൻക്ലൂഡിങ് ഹാവിംഗ് ദ കൺസൾട്ടേഷൻ വിത്ത് ദ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതടക്കം നടത്തി അവരുടെ റിപ്പോർട്ട് ഈ സഭയ്ക്ക് മുമ്പാകെ വന്ന് ആ സഭയിൽ ഇതിനെ സംബന്ധിച്ച് കൂടി ചർച്ച ചെയ്ത് അങ്ങനെയാണ് വരേണ്ടത്. അതിന് പകരം മന്ത്രി ഒരു ബില്ല് പൈലറ്റ് ചെയ്യുക, ബില്ല് അവതരിപ്പിച്ച ഉടനെ തന്നെ നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ഇത് ചർച്ച ചെയ്ത് പാസ്സാക്കി എടുത്തോളുക. അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയുമോ? ഇന്ത്യ പോലുള്ള 29 സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറേഷനിൽ ഇതെല്ലാം തന്നെ ഒട്ടും നമുക്ക് ഭൂഷണമായ ഒരു കാര്യമല്ല. വേറൊന്ന്, ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള ഇത്തരം ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത്, പ്രധാനമന്ത്രി മറുപടി പറയാതെ പോയ നിരവധി കാര്യങ്ങളിൽ ഒന്ന് അസഹിഷ്ണുതയെ സംബന്ധിച്ചാണ്. ഈ രാജ്യത്ത് ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്, നിങ്ങൾ മാധ്യമങ്ങൾ
ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും പാർലമെന്റ് അംഗങ്ങളും ഉൾപ്പെടെ കലാകാരന്മാരും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടുത്തെ പൊതുസമൂഹം രാജ്യത്തിന് പുറത്തടക്കം വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ഈ അസഹിഷ്ണുതയെ സംബന്ധിച്ചാണ്. അതായത് ഗവൺമെന്റിനെതിരായി, ഗവൺമെന്റിന്റെ തലപ്പത്തുള്ള പാർട്ടിക്കെതിരായി, ആ പാർട്ടിക്ക് ബൗദ്ധിക നേതൃത്വം നൽകുന്ന RSSനെതിരായി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, പേന ചലിപ്പിച്ചാൽ, അവർ ആ വിധത്തിൽ നിലപാടെടുത്താൽ അവർ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് ഇത് മാത്രമല്ല. ഞാൻ താങ്കളുടെ ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിച്ച് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു. അതോടൊപ്പം അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം തുടക്കം മുതൽ തന്നെ എല്ലാ സമയത്തും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും ചെയ്തികളിലും കോൺഗ്രസിൻ്റെ, നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഓർമ്മകളെയും അല്ലെങ്കിൽ ചിഹ്നങ്ങളെയും പ്രതീകങ്ങളെയും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന ആക്ഷേപം മുൻപേ ഉണ്ടായിട്ടുള്ളതാണ്, വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രകീർത്തിച്ചും മൊറാർജി ദേശായിയെ മുന്നോട്ട് കൊണ്ടുവന്നും BR അംബേദ്കറിനെ കുറിച്ച് വാദോരാതെ സംസാരിച്ചും, എന്നാൽ മഹാത്മാഗാന്ധിയെക്കുറിച്ചെല്ലാം നെഹ്റുവിനെ കുറിച്ചും അദ്ദേഹം വിദേശ മണ്ഡലിൽ മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും നെഹ്റുവിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ഉണ്ടായില്ല എന്ന ആക്ഷേപം ഗുലാം നബി ആസാദ് തന്നെ രാജ്യസഭയിൽ ഉന്നയിച്ചതാണ്. പക്ഷേ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റെഡ് ഫോർട്ടിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, എപ്പോഴും ഇത് തന്നെ പറയും, ഈ രാജ്യത്തെ ഈ നിലയിലാക്കിയതിന്, വളർത്തിയതിന്, കെട്ടിപ്പടുത്തതിൽ മുൻ സർക്കാരുകൾക്കും നേതാക്കൾക്കും പങ്കുണ്ട്. അവരുടെ പങ്ക് വിലമതിക്കാനാകാത്തതാണ്. അതോടുകൂടി നിങ്ങൾക്ക് അദ്ദേഹത്തിന്മേലുള്ള വിമർശനം തീർന്നോ? നെഹ്റു ഗാന്ധി ഐക്കണുകളെ അദ്ദേഹം തമസ്കരിക്കുന്നു എന്ന ആക്ഷേപം മാറിയോ? ഒരിക്കലുമില്ല. അത് അതൊരു തൽക്കാലം മറുപടി പറയാനുള്ള രക്ഷപ്പാടിൻ്റെ ഭാഗമായിട്ട് മാത്രം എടുക്കുന്ന ഒരു സമീപനമായിട്ട് മാത്രമേ കോൺഗ്രസ് അതിനെ കാണുന്നുള്ളൂ. നമുക്കറിയാം, ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലുള്ള സംഭാവനകളെ ചെറുതാക്കി കാണിച്ചോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വളരാൻ കഴിയില്ല. നമ്മൾ ഓർക്കണം, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അവരോധിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ രാജ്യത്ത് വളരെ പ്രബലമായ രാഷ്ട്രീയ നേതൃത്വമുണ്ടായിരുന്ന പഴയ സോഷ്യലിസ്റ്റുകൾ, ഡോക്ടർ രാം മനോഹർ ലോഹ്യ, അച്യുത് പത്വർദ്ധൻ തുടങ്ങി വളരെ പ്രഗത്ഭരായ, ദേശീയതയോട് വളരെ കൂറുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നൊരു രാജ്യമാണ്. അവരെല്ലാം തന്നെ വ്യക്തിപരമായി ഒരു ആക്ഷേപം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിലേക്ക് വിരൽ ചൂണ്ടി രാഷ്ട്രീയത്തെ മറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ജനങ്ങൾ ഒന്നടങ്കം നെഹ്റുവിൻ്റെ പിന്നാലെ അണിനിരക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത്. അന്നത്തെ സോഷ്യലിസ്റ്റുകളുടെ സമൂലമായ പരാജയത്തിൻ്റെ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നയത്തെ എതിർക്കുന്നതിന് പകരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചിന്താഗതിക്ക് പകരം വെക്കുന്നതിന് പകരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് ജനമനസ്സിൽ ഇടം പിടിച്ച മഹാനായ ഒരു നേതാവിൻ്റെ വ്യക്തിപരമായി ആക്ഷേപിച്ച് ജനമധ്യത്തിൽ നിന്ന് എടുത്തു കളയാനുള്ള ശ്രമത്തിലാണ് അവർക്കന്ന് പരാജയപ്പെട്ടത്. BJP ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ്. ദയനീയമായി പരാജയപ്പെടാൻ പോവുകയാണ് അവർ ഈ കാര്യത്തിലും. ജനമനസ്സുകളിൽ, പുതിയ തലമുറയിൽ നെഹ്റുവിനെ കൂടുതൽ വ്യാപരിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമത്തിൻ്റെ കുറവുണ്ട് എന്നതൊഴിച്ചാൽ ജനമനസ്സുകളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്ഥാനം BJP എത്ര തന്നെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് നെഹ്റുവിനെ തമസ്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ മുമ്പ് നെഹ്റുവിനെ ആയിരുന്നില്ല ഗാന്ധിജിയെ ആയിരുന്നില്ല കൊല്ലേണ്ടിയിരുന്നത്, നെഹ്റുവിനെ ആയിരുന്നു എന്ന് വരെ പറഞ്ഞു വെച്ചെടുത്ത് നിന്ന് പഴയകാല നേതാക്കന്മാർ, രാജ്യത്തിൻ്റെ മുൻകാല സാരഥികളുടെ സേവനത്തെ ഒരിക്കൽ പോലും വിസ്മരിക്കാൻ കഴിയില്ല എന്നൊക്കെ അത് സാമാന്യവൽക്കരിച്ച് ന്യായീകരിക്കുമ്പോഴും 10-16 വർഷക്കാലം ഇന്ത്യ രാജ്യത്തിനെ പട്ടിണിപ്പാവങ്ങളുടെ രാജ്യത്ത് നിന്ന് പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ച് ഈ രാജ്യത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നതിന് അടിത്തറ പാകിയ ആ മഹാത്മാവിനെ വ്യക്തിപരമായി പരാമർശിച്ച് അനുസ്മരിക്കുന്നതിന് തയ്യാറാകുന്നില്ല. റൈറ്റ്, ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. വാചാലനാകുമ്പോഴും അസഹിഷ്ണുതാ വിവാദത്തിൽ പ്രധാനമന്ത്രി മൗനം തുടരുന്നത് എന്തുകൊണ്ട്? ചർച്ച തുടരും ഇടവേളയ്ക്ക് ശേഷം. പാർലമെന്റിൽ വാചാലനായപ്പോഴും അസഹിഷ്ണുതാ വിവാദത്തിൽ പ്രധാനമന്ത്രി മൗനം തുടർന്നത് എന്തുകൊണ്ട്? ഈ ചർച്ചയുടെ 2ാം ഭാഗത്തിൽ എന്നോടൊപ്പം A. സമ്പത്ത് MP, PM സുരേഷ് ബാബു, KVS ഹരിദാസ് എന്നിവർ. ശ്രീ KVS ഹരിദാസ്, ഇന്ന് പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭരണഘടനാ ദിനാചരണവും ഭാഗമായി നടന്ന ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞപ്പോൾ 19 തവണയാണ് ഐഡിയ ഓഫ് ഇന്ത്യ എന്ന ആശയത്തെ അദ്ദേഹം സംസ്കൃത ശ്ലോകങ്ങളിലൂടെ വരച്ചിട്ടത്. അതിൽ വസുദേവ കുടുംബകം ഉൾപ്പെടെ, സത്യമേവ ജയതേ ഉൾപ്പെടെയുള്ള നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഉന്നത മൂല്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. എന്നിട്ടും രാജ്യത്തിൻ്റെ
മതേതരത്വത്തെ മുറിവേൽപ്പിച്ച, അഖണ്ഡതയെ മുറിവേൽപ്പിച്ച വിഷയങ്ങളിൽ, അസഹിഷ്ണുത വിവാദത്തിൽ ഇത്ര വലിയ ബഹളങ്ങൾ ഉണ്ടായിട്ടും ഒരു വാക്ക് പോലും പറയാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. എന്തുകൊണ്ട്? ഗവേഷണ ഈ അസഹിഷ്ണുതാ വിവാദം എപ്പോഴാണ് പൊട്ടിപ്പുറപ്പെട്ടത്? അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയം ഇല്ലേ? നമ്മൾ വളരെ വിശദമായിട്ട് ഞാൻ ഉണ്ടായ പ്രശ്നങ്ങളിലേക്ക് മുഴുവൻ കടക്കുകയല്ല. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിലാണ് ആ പ്രശ്നം ഉടലെടുക്കുന്നത്. എനിക്കറിയില്ല, സമ്പത്തും ഒക്കെ അറിയുമായിരിക്കും. ബീഹാറിൽ ആസാമിൽ നിന്നുള്ള ഒരു BJP MP അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ആസാമിൽ നിന്നുള്ള ഒരു സാഹിത്യകാരൻ അവാർഡ് തിരിച്ചു കൊടുത്തതിന് കോൺഗ്രസ് പാർട്ടി 15 ലക്ഷം വരെ ഓഫർ ചെയ്തു എന്നാണ്. ഒരു BJP MPയുടെ ട്വീറ്റാണ്. നിഷേധിച്ചിട്ടില്ല ഇതുവരെ ആരും, നിഷേധിച്ചതായിട്ട് കണ്ടില്ല. ഞാൻ പറഞ്ഞത് അതിനകത്തൊരു രാഷ്ട്രീയ നീക്കമുണ്ടായിരുന്നു. ഞാനിതൊരു പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു ഡൽഹിയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം 3-4 സംഭവങ്ങളുണ്ടായി. അവിടുത്തെ ചില ക്ഷേത്രങ്ങളിൽ പള്ളികളിലെ ഭണ്ഡാരം മോഷ്ടിച്ചു, പള്ളികൾക്ക് നേരെ കല്ലേറ് നടന്നു, ചില പള്ളികളുടെ ഗേറ്റിന് നേരെ ആക്രമണം ഉണ്ടായി. അങ്ങനെ ചില്ലറ സംഭവങ്ങളുണ്ടായി. നമുക്കറിയാം, ദേവാലയങ്ങൾക്ക് നേരെ, അത് ഏത് മതത്തിൽപ്പെട്ടതായാലും ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് ഉൾപ്പെടുന്ന കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടത് തന്നെ, യാതൊരു സംശയമില്ല. ഡൽഹിയിലെ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരുമാണ്. ഡൽഹിയിൽ അതെല്ലാം ഉണ്ടായ സമയത്ത് നമുക്കറിയാം BJPയുടെ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ കാര്യത്തിൽ ഡൽഹി പോലീസിന് വലിയ വീഴ്ചകൾ തന്നെ പറ്റി. കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ, യഥാസമയത്ത് പിടികൂടുന്നതിൽ വലിയ വീഴ്ചകൾ പറ്റി. നമ്മൾ അതിന് ശേഷം, ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ 1 വർഷത്തിലേറെയായി. പിന്നീട് ഗോപികൃഷ്ണൻ, നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഡൽഹിയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായതായിട്ട്? ഇതുപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ പ്രശ്നങ്ങളുണ്ടാക്കാൻ ചില കുൽസിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം മാത്രമായിരുന്നു ഈ അസഹിഷ്ണുതാ വിവാദം. ഈ സാഹിത്യകാരന്മാരുടെ മുഴുവൻ രാഷ്ട്രീയം നമുക്കറിയാം, ഓരോരുത്തരുടെയും. അവർക്കൊക്കെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം. ഒരു വാദത്തിന് വേണ്ടി താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചാൽ തന്നെ, ഹരിയാനയിൽ നടന്ന സംഭവം, കൽബുർഗി കൊല ചെയ്യപ്പെട്ടത്, ദാദ്രി കൊല ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, എന്തുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ പ്രധാനമന്ത്രി പ്രതികരിക്കുന്നില്ല? എത്ര വലിയ രാഷ്ട്രീയമായ സമ്മർദ്ദം അദ്ദേഹത്തിന്റെ മുകളിലുണ്ടായി? അദ്ദേഹം ഇന്നലെയും ഇന്നുമായി നടന്ന ചർച്ചകളിൽ എല്ലാ വിഷയങ്ങൾക്കും അദ്ദേഹം തൊട്ടും തൊടാതെയും മറുപടി നൽകി. പക്ഷേ ഈ വിഷയം മാത്രം അദ്ദേഹം തമസ്കരിച്ചു. ഞാൻ ഒരു കാര്യം ഗോപികൃഷ്ണ പറയാം. രാജ്യത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളോടും പ്രധാനമന്ത്രി പ്രതികരിക്കണം എന്നൊരു വാശി പിടിക്കുന്നത് ശരിയല്ല. ഈ ദാദ്രി സംഭവത്തെ BJP അപലപിച്ചിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഈ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പാണ് RSSന്റെ ദേശീയ നിർവാഹക സമിതി യോഗം റാഞ്ചിയിൽ സമ്മേളിച്ചിരുന്നു. അവർ പാസ്സാക്കിയ പ്രമേയത്തിലും ഈ ദാദ്രി സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്, ശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. ഹരിയാനയിലെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നത് നമ്മളൊക്കെ കണ്ടതല്ലേ? ആ തീ പടർന്നത് വീടിനുള്ളിൽ നിന്ന് തന്നെയാണെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. ഇനി അത് ഹരിയാന ഭരിക്കുന്നത് BJP ആയതുകൊണ്ടാണെങ്കിൽ തന്നെ അന്വേഷണം നടക്കട്ടെ. അത്തരം സംഭവങ്ങളിൽ ഞാൻ പറഞ്ഞത്, അത്തരം വിഷയങ്ങളുടെ ഉള്ളിലേക്ക് അധികം പോകാൻ നമുക്ക് സമയവുമില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ A. സമ്പത്ത്, താങ്കൾ യോജിക്കുന്നുണ്ടോ ഈ പറഞ്ഞ വാദങ്ങളോടൊക്കെ? ഞാൻ ശ്രീ KVS പറഞ്ഞ ഈ വാദങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. അദ്ദേഹം സ്വാഭാവികമായി RSSന്റെ നേതാക്കന്മാർ, പ്രചാരകന്മാരൊക്കെ പറയുന്ന അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അത് പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ളത്. അദ്ദേഹം അത് പറയുന്നു, പ്രചരിപ്പിക്കുന്നു. അദ്ദേഹത്തോടുള്ള ആദരവെല്ലാം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ BJP നടത്തുന്നത് ലോ ഇൻറ്റൻസിറ്റി വാറാണ്. ഇറ്റ്സ് എ ലോ ഇൻറ്റൻസിറ്റി വാർ. ഈ ഗുജറാത്തിൽ നേരത്തെ നമ്മൾ അറിഞ്ഞതുപോലെയുള്ള ഈ വംശഹത്യ, അത്തരത്തിലുള്ള ഒരു എത്നിക് ക്ലെൻസിങ് എന്നൊക്കെ പറയുന്നത് പോലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അവർ ഇന്ത്യയിൽ നടത്തുന്നില്ല. വളരെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമെല്ലാം ചെറിയ തോതിലുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടാക്കുക, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുക. ആ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുന്നതെല്ലാം തന്നെ
ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ആ വിധത്തിൽ വോട്ട് കൃത്യമായി തങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് മുസഫർ നഗറിൽ നേരത്തെ അവർ നടത്തിയതിനെ തുടർന്ന് ഉണ്ടായ നേട്ടം അവരെ സംബന്ധിച്ച് വിത്തിൻ ഇൻവേർട്ടഡ് കോമാസ് അവരുടെ തന്നെ പ്രതീക്ഷയ്ക്കും അപ്പുറമായി അവരെ തന്നെ വല്ലാതെ അത്ഭുതസ്തബ്ധരാക്കുന്ന നിലയിലേക്കാണ് യു പിയിലെ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. മഹാരാഷ്ട്രയിലും അത്തരത്തിൽ തന്നെയാണ് അവർക്ക് നേട്ടം ഉണ്ടാക്കാനായി കഴിഞ്ഞത്. ഇങ്ങനെ ഈ സാമുദായികമായ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഏറ്റവും ഞങ്ങളും ബഹുമാനിക്കുക തന്നെയാണ്. നമ്മുടെ രാഷ്ട്രവും അദ്ദേഹത്തെ അത്തരത്തിൽ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അദ്ദേഹം എല്ലാ ആദരവും അർഹിക്കുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ തലവനായിരിക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ദിവസങ്ങൾ മാത്രം നിയമസഭ വിളിച്ചു ചേർക്കണമെങ്കിൽ എന്തായാലും എത്ര ദിവസം വേണമെന്നെല്ലാം ഉള്ളത് സ്പീക്കറുടെ മാത്രം പ്രൊറഗേറ്റീവ് അല്ല. അത് അങ്ങനെ ഗവർണറോട് ശുപാർശ ചെയ്യുന്നത് ക്യാബിനറ്റ് കൂടിയിട്ടാണ്. ആ മന്ത്രിസഭയുടെ തലവൻ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ദിവസം മാത്രം ഓരോ വർഷവും ശരാശരി നിയമസഭ ചേർന്നിട്ടുള്ളത് ഏത് സംസ്ഥാനത്താണ് എന്ന് നിങ്ങൾ അന്വേഷിക്കുക. 2, അവിടെ ഈ ബഡ്ജറ്റ് ചർച്ച പോലും എത്ര ദിവസമാക്കി ചുരുക്കിയിരുന്നു എന്നുള്ള കാര്യം അന്വേഷിക്കുക. 3, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് പോലും അതിന് കൃത്യമായി മുഖ്യമന്ത്രി ഹാജരില്ലാത്ത നിലയിൽ ഒരു സംസ്ഥാന നിയമസഭ നടക്കുക. ഇതെല്ലാം ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി ഈ വിധത്തിൽ 2 ദിവസം തുടരെ ലോക്സഭയിൽ ഇരുന്നിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ 2.5 വർഷക്കാലത്തിനിടയിൽ ആദ്യത്തെ സംഭവമാണ് അദ്ദേഹം ഇന്നലെയും ഇന്നുമായി അങ്ങനെ സഭയിൽ ഉണ്ടായിരുന്നതും അദ്ദേഹം ഇങ്ങനെയെങ്കിലും ഇക്കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞതും അദ്ദേഹവുമായി അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഭരണഘടനാ നിർമ്മാണത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ആളുകൾ ആ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലെത്തിയിരിക്കുന്നു. സോണിയാഗാന്ധി പറഞ്ഞ വാക്കുകളാണ്. ഭരണഘടനാ മൂല്യങ്ങളോട് ഒരു വിശ്വാസം പുലർത്താതെ അതിനെ പരിപൂർണമായി അവഗണിച്ചുകൊണ്ടുള്ള ഒരു ഭരണം നടക്കുന്നു. ഇവിടെ ഇപ്പോൾ സമ്പത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ 2 ദിവസം അടുപ്പിച്ച് പാർലമെന്റിൽ ഇരിക്കാൻ സഹിഷ്ണുത കാണിച്ച പ്രധാനമന്ത്രി, സമവായത്തിന്റെ പാത വേണം, അല്ലാതെ ഭൂരിപക്ഷത്തിന്റെ ഊക്കിലല്ല ഭരിക്കേണ്ടത് എന്ന് പറയുന്ന പ്രധാനമന്ത്രി, എന്താണ് ഇതിന്റെ രാഷ്ട്രീയം? നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജനാധിപത്യ സംവിധാനത്തിനോട് അത്രയൊന്നും കൂറില്ലാത്തൊരു രാഷ്ട്രീയ സംവിധാനമാണ് RSSആൽ നിയന്ത്രിക്കപ്പെടുന്ന BJP. അവരാദ്യം തിരഞ്ഞെടുപ്പിൽ ആദ്യമായി 282 സീറ്റ് കിട്ടി അധികാരത്തിലേക്ക് വന്നപ്പോൾ, പ്രധാനമന്ത്രി പദമേറ്റപ്പോൾ തൻ്റെ അഹങ്കാരം കൊണ്ട്, ഹുങ്കൃതി കൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം നിലനിർത്തി കളയാം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ തനിക്കൊപ്പം തന്നെ യാത്ര ചെയ്തുകൊള്ളും എന്ന ധാർഷ്ട്യം പ്രകടിപ്പിച്ച് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി 1.5-2 വർഷത്തിനടുത്തോളം അവർ പ്രവർത്തിച്ചു തുടങ്ങി. വളരെ പെട്ടെന്നാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ വേണമെങ്കിൽ മഹാസഖ്യം രൂപീകരിച്ച് BJPയെ എല്ലാവരും കൂടി എതിർത്തു എന്നൊക്കെ പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മധ്യപ്രദേശിലെ ഒരു തെരഞ്ഞെടുപ്പ് 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ ജയിച്ചെടുത്ത് തുല്യമായ വോട്ടുകൾക്ക് കോൺഗ്രസ് തിരിച്ച് 88,000 വോട്ടിന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോഴതിൻ്റെ ജനങ്ങളുടെ പൾസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മനസ്സിലായി. താൻ ഔദ്ധത്യം കൊണ്ട്, ധിക്കാരം കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ അടക്കി ഭരിച്ചു കളയാമെന്നുള്ളത് ഒരു വ്യാമോഹമാണ്. ജനം പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം മനസ്സിലായി. അതുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 2 ദിവസം പാർലമെന്റിൽ ഇരുന്ന് വന്നിരിക്കുകയാണ്. പണ്ടൊരു പഴയൊരു അതല്ലാതെ GST പാസ്സാക്കാൻ വേണ്ടി ഇനി കോൺഗ്രസിന്റെ ഒക്കെ സഹകരണവും സഹായവും കൂടിയേ തീരൂ. അദ്ദേഹം സിംഗപ്പൂരിൽ തന്നെ കൺവെൻഷനിൽ പറഞ്ഞത് ഇനി വിദേശ നിക്ഷേപകർക്ക് വരാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു പുതിയ പരിഷ്കരണ റിഫോംസ് ഈ രാജ്യത്ത് വരാൻ പോകുന്നു. GST കൂടിയേ തീരൂ. 2016 ഏപ്രിലാണ് അതിന്റെ കാലാവധി പൂർത്തിയാകുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു നയപരമായ ഇടപെടലാണോ അദ്ദേഹം? ഒരു അടവ് നയമായിരുന്നു ഇത്? അല്ല, അത് കൃത്യമായി അതിനെക്കുറിച്ച് ഞാനൊരു നിഗമനത്തിലെത്തണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഉന്നത കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടാൽ മാത്രമേ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു മറുപടി പറയാനുള്ളൂ. അതുമൊക്കെ ഇതിനകത്തൊരു ഘടകമാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ കാണുന്നത് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, ജനങ്ങൾ എതിർ ദിശയിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന വസ്തുത മനസ്സിലാക്കിയിരിക്കുന്നു. ആ മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ ചെറിയ ഒരു അടവ് നയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. സരിദാസ്, ഇവിടെ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പറയുന്നത് ഒരു ജനാധിപത്യ സംവാദത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ മനസ്സ് തുറക്കാൻ കാരണം, അതിലേക്ക് അദ്ദേഹം കുറെ കൂടി ഹമ്പിളായി കടക്കാൻ കാരണം ബീഹാറും മധ്യപ്രദേശും ഏൽപ്പിച്ച ആഘാതമാണെന്നാണ്. ഗോപീഷ്ണ, ഞാൻ ഒരു കാര്യം തുറന്ന് സമ്മതിക്കാം.
പാർലമെൻറ്റിനെ മറികടക്കാനുള്ള അല്ലെങ്കിൽ പാർലമെൻറ്റിൽ വരാതിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നിലപാട് ശരിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പ്രധാനമന്ത്രിമാർ മുണ്ട് വാജ്പേയിയുടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാർലമെൻറ്റിൽ ഡിസ്കഷൻ നടക്കുമ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുമായിരുന്നു, ആ കസേരയിൽ നിന്ന് എഴുന്നേക്കാറില്ല. ആ ഒരു പാരമ്പര്യം BJPക്ക് ഉണ്ട്. നരേന്ദ്രമോദിക്ക് അത് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ ആ ഒരു പാതയിൽ കൂടെ മുന്നോട്ട് വരേണ്ട ആൾ തന്നെയാണ് നരേന്ദ്രമോദി. കാരണം അതാണ് BJPയുടെ സംസ്കാരം, BJPയുടെ പാരമ്പര്യം. അത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. പിന്നെ വേറെ സുരേഷ് ബാബു പറഞ്ഞു ബീഹാറിലെ പരാജയവും അല്ലെങ്കിൽ മധ്യപ്രദേശിലെ പരാജയം എപ്പോഴും പരാജയം തന്നെയാണ്. അത് ഒരു തോൽവി ഉണ്ടായി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് വിശകലനം നടത്തും, അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കും. അത് ഏതായാലും ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നതാണ്. കോൺഗ്രസ്സിൽ നടക്കുന്നുണ്ട്, CPM നടക്കുന്നുണ്ടാവും, BJPയിലും നടക്കുന്നുണ്ടാവും. പക്ഷേ വേറൊന്ന്, ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഉദാഹരണം മാത്രം ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കാം. സുരേഷ് ബാബു പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയി ഒരു കോളേജിൽ, നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം 2-3 ചോദ്യങ്ങൾ ചോദിച്ചു വിദ്യാർത്ഥികളോട്. ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ, ഒരു അപ്രൈസലായിരുന്നു അത്. ആ കുട്ടികൾ എന്താ പറഞ്ഞത്? ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ, അവരുടെ നയപരിപാടികളെക്കുറിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ രാഹുൽ ഗാന്ധിക്ക് വ്യക്തത വന്നു, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വ്യക്തത വന്നു, ഇവിടുത്തെ യങ്ങർ ജനറേഷൻ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന്. ഒരു കോളേജ് വിദ്യാർത്ഥി, ഇന്ത്യയിലെ ഒരു കോളേജ് വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സുകാർക്കും ബോധ്യപ്പെട്ടില്ലേ? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസ് മുഴുവൻ പരാജയമാണ് എന്നൊന്നല്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ചില സമയത്ത് ചില തിരിച്ചടികൾ ഉണ്ടാവും. കാരണം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ബീഹാറിൽ BJP തനിച്ച് ഇതിനു മുമ്പ് ഒരിക്കലും ഭരിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-4 കഷണമായിട്ട് പ്രതിപക്ഷം നിൽക്കുന്ന സമയത്ത് BJPക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വസ്തുതയാണ്. അതല്ലാതെ BJP ഭരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും സത്യമാണ്. അല്ലാന്ന് ഞാൻ പറയുന്നില്ല. BJPക്ക് അവിടെ അധികാരത്തിലെത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു എന്നുള്ളതും സത്യം തന്നെയാണ്. ഇതൊക്കെയാണെങ്കിലും പരാജയം തന്നെയാണ്. പരാജയത്തിനുള്ള കാരണങ്ങൾ വിശകലനം ചെയ്യും, ഒക്കെ ചെയ്യും. അതൊക്കെ വേറെ കാര്യം. പക്ഷെ അതുകൊണ്ടല്ല ഈ മാറ്റം. പക്ഷെ മാറ്റം ഉണ്ടാവേണ്ടത് തന്നെയാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തതുപോലെ പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ചിട്ടാണോ ഭരിക്കാൻ പറ്റുന്നത്? അതൊരിക്കലും കഴിയുന്ന കാര്യമല്ല. വേറൊരു കാര്യം കൂടി ഞാൻ ഈ സമയത്ത് സൂചിപ്പിച്ചോട്ടെ. ഇന്ന് വൈകിട്ട് നമ്മളൊക്കെ കണ്ടതാണ്, മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും നരേന്ദ്രമോദിയും ഒക്കെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം തന്നെയാണ്. കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് അല്ലെങ്കിൽ 10-17 മാസമായിട്ട് നമ്മൾ കാണാതിരുന്ന ഒരു മാറ്റം തന്നെയാണത്. അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് അതിനെ കാണണം. കാരണം നാളുകളിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണിത്. ശ്രീ എ. സമ്പത്ത്, ഇന്നിപ്പോൾ ശ്രീ KV സരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയുമായി ഒക്കെ കൂടിയാലോചന നടത്തി GSTയിൽ സമവായം ഉണ്ടാക്കാനുള്ള നീക്കം ഉന്നത ജനാധിപത്യ മൂല്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സമവായത്തിന്റെ പാതയിലേക്ക് മാറാൻ, സംവാദത്തിന്റെയും പാതയിലേക്ക് മാറാൻ പ്രധാനമന്ത്രി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനയാണോ? 2, അദ്ദേഹം സമവായത്തിന്റെ പാതയിലേക്ക് വരണം, അതാണ് ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അസഹിഷ്ണുത വിവാദത്തിൽ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഇത് ഇനി വരുന്ന നാളുകളിൽ, വരുന്ന പാർലമെന്റ് ചർച്ചകളിൽ പ്രതിപക്ഷത്തെ ഏത് തരത്തിലുള്ള നിലപാടെടുക്കാനാണ് പ്രേരിപ്പിക്കുക? ഈ അസഹിഷ്ണുതയെക്കുറിച്ച് ഇൻടോളറൻസ് എന്നുള്ളൊരു പദം ഉപയോഗിച്ച് ഒന്നല്ല, ഒരു 3 തവണയെങ്കിലും ഇന്ത്യയുടെ രാഷ്ട്രപതി, ഇന്ത്യയുടെ പ്രസിഡന്റ് തന്നെ, പ്രസിഡന്റ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ, അതിനപ്പുറം ഇനി ആരാ പറയേണ്ടത്? അപ്പോൾ അദ്ദേഹം പോലും പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് ഇന്ത്യയുടെ സമൂഹത്തിനെ വല്ലാതെ ഗ്രസിച്ചു എന്ന് പറയുമ്പോൾ അസഹിഷ്ണുത ഉണ്ട് എന്ന്, അസഹിഷ്ണുത നമുക്ക് തൊട്ട് കാണിക്കാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. നമുക്ക് ഒരു ഭൗതിക വസ്തു പോലെ അതൊരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സാധനമായി നമുക്കെടുത്ത് തൊട്ട് കാണിക്കാൻ കഴിയുന്നതല്ല. അത് ഇറ്റ്സ് എ ഫീലിംഗ്. അതെ, വല്ലാതെ നമ്മൾക്ക് ചുറ്റുപാടും ഇങ്ങനെ ഗ്രസിക്കുന്നത് നമ്മുടെ ഒരു ഫീലിംഗ് ആണ്. അത് സമൂഹത്തിൽ അങ്ങനെ വരുന്നുവെങ്കിൽ അതിന് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അത് പലയിടങ്ങളിൽ നിന്നും അത് ആ വിധത്തിൽ പടർത്തുന്നതുമാവാം. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി മൗനം ആണ് ദീക്ഷിച്ചത് എന്നുള്ളത് ആശാസ്യമായ ഒരു കാര്യമല്ല. അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവാം, അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെങ്കിൽ തന്നെ അദ്ദേഹം ട്വിറ്ററിൽ കൂടെ എല്ലാം ഉടൻ പ്രതികരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ നടക്കുന്ന സംഭവങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞില്ല എന്ന് നമ്മളാരും ധരിക്കേണ്ടതില്ല. പ്രത്യേകിച്ചും ഈ രാജ്യത്ത് നടക്കുന്നതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള, എന്തിനേറെ പറയുന്നു, നമ്മുടെ എല്ലാം ടെലിഫോൺ കോളുകൾ പോലും ആ വിധത്തിൽ അതടക്കം ചോർത്തിയാൽ, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ നിയമവിരുദ്ധമായി പോലും ചോർത്തിയാൽ, ഒരുപക്ഷെ CIA യോ FBI യോ ചെയ്യുന്നത് പോലെ അത്തരം കാര്യങ്ങൾ ചെയ്താൽ
പോലും ഇന്ത്യയിലെ പൗരന്മാരെക്കുറിച്ചും ഇന്ത്യക്ക് പുറത്തു നിന്നും അടക്കം അത്തരം കാര്യങ്ങൾ എത്താൻ കഴിയുന്ന നിലയിലേക്ക് അതിനെല്ലാം അധികാരപ്പെടുത്തപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സ്വന്തം നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് ആരും ധരിക്കേണ്ടതായിട്ടില്ല. രണ്ട്, ഇവിടെ ഇങ്ങനെ പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തുന്നതും അത്തരം കാര്യങ്ങളും വളരെ നല്ലത് തന്നെയാണ്. മുമ്പ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇന്ത്യയുടെ പാർലമെൻറ്റ് സമ്മേളിക്കുന്ന വേളയിൽ റംസാൻ, അതുപോലെ ഒരു പക്ഷേ ദീപാവലി വരുന്നു, അല്ലെങ്കിൽ ഹോളിയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷവേളകളാണ്, സ്വാഭാവികമായി എം പിമാരെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളെ ഉൾപ്പെടെ ഉള്ളവരെയെല്ലാം തന്നെ ഇങ്ങനെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പലപ്പോഴും മന്ത്രിമാർ തന്നെയോ ചിലപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒക്കെ ഇങ്ങനെ ചായക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വിളിക്കുകയോ ചെയ്യും. അവരുമായി ആ വിധത്തിലൊരു വ്യക്തിപരമായി ഇടപെടൽ നടത്തുകയും കുറേ അല്ലെങ്കിൽ ആ വ്യക്തിപരമായ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം കുറച്ചൊന്ന് ഒന്ന് ആ കാര്യങ്ങൾ തുറന്നു പറയുകയും ഒക്കെ ചെയ്യുന്നത്, പരസ്പരം അറിയുന്നത്, അടുത്തറിയുന്നത്, സഭയിലുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ. അതിനൊക്കെ ഉള്ളൊരു അവസരമായി അത് ഉപയോഗിച്ചില്ല. ഈ കഴിഞ്ഞ ഒരു 17-18 മാസക്കാലത്തിനിടയിൽ അങ്ങനെ ഈ പാർലമെൻറ്റ് സമ്മേളനം, കഴിഞ്ഞുപോയ സമ്മേളനങ്ങളിലെല്ലാം അത്തരത്തിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അത് നഷ്ടപ്പെട്ടതാണോ അതല്ല, ഈ വിധത്തിൽ തങ്ങൾക്ക് ഈ ഒരു ന്യൂമറിക്കൽ മെജോറിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ സുഖകരമായി നടത്തിക്കൊണ്ട് പോകാം, തങ്ങൾ നിശ്ചയിക്കുന്ന നിലയിലുള്ള അജണ്ടയുമായി പോകാം എന്ന് ധരിച്ചത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാം യുപിയുടെ കാലത്താണ് സമയപരിമിതിയുള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഞാൻ അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിന്റെ അടുത്ത് കൂടെ പോയി ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, എന്തായിരിക്കും കോൺഗ്രസ് വരും ദിവസങ്ങളിൽ പാർലമെന്റ് ഫ്ലോറിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? കോൺഗ്രസ് GSTയുടെ കാര്യത്തിൽ രാജ്യത്തിന് ആവശ്യമായ വസ്തുതകളാണെങ്കിൽ കോൺഗ്രസിന് കൂടി ബോധ്യപ്പെടുന്ന ഒരു സമീപനത്തോടു കൂടിയാണ് GST ആ നിയമത്തിൻ്റെ ഡ്രാഫ്റ്റിംഗ് എങ്കിൽ കോൺഗ്രസ് അതുമായി സഹകരിക്കും. കോൺഗ്രസ് അതുമായി സഹകരിക്കാതിരിക്കുന്നില്ല. കാരണം രാജ്യത്തിൻ്റെ ഭരണസ്തംഭനം ഒഴിവാക്കുക എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിക്കും കൂടിയൊക്കെ ആവശ്യമുള്ളത്. നമ്മുടെ രാജ്യമാണല്ലോ, പ്രധാനമായ രാജ്യമാണ് ഇത്. വിഷയം ഇനിയും ഉയർന്നു. അസഹിഷ്ണുത വിഷയത്തിൽ പ്രധാനമന്ത്രി സമീപനം മാറ്റാത്തിടത്തോളം കാലം ഞങ്ങൾ ആ കാര്യം ജനങ്ങളുമായി എല്ലാ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, A സമ്പത്ത് MP, KVS ഹരിദാസ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതിന്. ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.